ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മലയാളം 2ാമത്തെ പാഠം നന്നായി ഉണ്ണാൻ. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. 1ാം ക്ലാസ്സിലെ മലയാളം ആദ്യത്തെ പാഠം മഴയോ മഴ, അതിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സും പ്രവർത്തന ബുക്കിന്റെ ക്ലാസ്സും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അത് കാണാത്തവർക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ. നന്നായി ഉണ്ണാൻ. ഒരു ആനയെ അവിടെ കാണാമല്ലേ. മറ്റ് ആനകളോട് സംസാരിക്കുകയാണ്. അതുപോലെ കിളികളെയും ഒക്കെ നമുക്ക് കാണാം. എന്താണ് പറയുന്നത് ആന? കൂട്ടുകാരെ, കാട്ടിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല, കുട്ടികൾ വിശന്ന് കരയുന്നു. ആന മറ്റുള്ളവരോട് പറയുകയാണ്, കൂട്ടുകാരെ, കാട്ടിൽ നമുക്ക് ഭക്ഷണമില്ല, നമ്മുടെ കുട്ടികളെല്ലാം വിശന്ന് കരയുകയാണ്. അത് കേട്ട് മറ്റൊരാന മറുപടി പറയുന്നത് നോക്കൂ. അതെ അതെ, ഇങ്ങനെ എന്നാൽ നാം എങ്ങനെ ജീവിക്കും? നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് മറ്റൊരാന പറയുന്നത് നോക്കൂ. മനുഷ്യരുടെ പരാതി കേട്ട് മടുത്തു, വാഴ തിന്നു, കരിമ്പ് നശിപ്പിച്ചു, ചക്ക പറിച്ചു, ഇനിയും എന്തെല്ലാം കേൾക്കണം. നാട്ടിലിറങ്ങുന്നത് ഓർക്കുമ്പോഴേ പേടിയാ, പടക്കമെറിയും, വെടിവെക്കും. നാട്ടുകാരെന്തൊക്കെ ചെയ്യും? നാട്ടിലിറങ്ങുമ്പോൾ പടക്കമെറിയുകയും വെടിവെക്കുകയും ചെയ്യും. മാത്രമല്ല അവരുടെ വാഴ നശിപ്പിച്ചു, കരിമ്പ് നശിപ്പിച്ചു, ചക്ക പറിച്ചു, അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ എലി പറയുന്നത് കേട്ടോ. ഞങ്ങൾ കിഴങ്ങ് കട്ടു തിന്നുന്നത്രേ. അപ്പോൾ കിളികൾ എന്ത് പറയുന്നു? കതിര് കൊത്തുന്നു, പഴം മോഷ്ടിക്കുന്നു, ഞങ്ങളെക്കുറിച്ചുമുണ്ട് പരാതികൾ. ഇതെല്ലാം കേട്ടു നിന്ന മറ്റൊരാന പറയുന്നത് നോക്കൂ. നമുക്കും വിശപ്പില്ലേ? അതെന്താ ആരും മനസ്സിലാക്കാത്തത്? അവർക്കും വിശപ്പുണ്ടല്ലേ, പക്ഷേ മറ്റുള്ളവരുടെ കട്ടുതിന്നുകയല്ല വേണ്ടത്, സ്വന്തമായി അധ്വാനിച്ച് ആഹാരം ഉണ്ടാക്കണം. പിന്നെ അവർ എന്തൊക്കെയാ പറയുന്നത്? മനുഷ്യരെ എങ്ങനെ കുറ്റം പറയും? അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ, ഒരാന പറയുകയാണ്. അത് കേട്ട മറ്റൊരാന പറയുന്നുണ്ട്, അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നല്ല തടിമിടിക്കില്ലേ, നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ കൃഷി ചെയ്യാം. അങ്ങനെ അവരെന്ത് തീരുമാനിച്ചു? നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് തന്നെ കൃഷി ചെയ്തുണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഇത് കേട്ട എലി പറയുന്നത് കേട്ടോ. നല്ല ഐഡിയ, നമുക്ക് കൃഷി ചെയ്യാം. അങ്ങനെ അവർ ഒത്തൊരുമിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. അവരെല്ലാവരും കൂടി കൃഷി ചെയ്യാമെന്ന് തീരുമാനിച്ചു. എല്ലാവരും അവിടെ ഒരു ചിത്രം തന്നിരിക്കുന്നത് കണ്ടോ. ചിത്രത്തിൽ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു? അവിടെ ആരൊക്കെയുണ്ട്? ആനയുണ്ട്, കുറുക്കനുണ്ട്, പിന്നെയോ എലികളുണ്ട്, കിളിയുണ്ട്. എന്തൊക്കെ ചെയ്യുന്നത് നമുക്ക് പറഞ്ഞാലോ. എലികൾ മണ്ണിൽ കുഴി കുഴിക്കുന്നു, കുറുക്കൻ കള പറിക്കുന്നു, കിളി വെള്ളമൊഴുക്കാനുള്ള ചാല് കീറുന്നു, ആനകൾ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുന്നു. അപ്പൊ കൃഷി ചെയ്യാൻ വേണ്ടി അവരെല്ലാം പരിശ്രമിക്കുകയാണ്. കൂട്ടുകാർക്ക് ഉത്സാഹമായി, അവർക്ക് എല്ലാവർക്കും ഉത്സാഹമായി. എല്ലാവരും ഒത്തുകൂടി നിലമൊരുക്കി. എല്ലാം റെഡി, ഇനി തുടങ്ങാം. എല്ലാം റെഡിയായി, ഇനി തുടങ്ങാന്ന് കരടി പറയുകയാണ്. ഒപ്പം കൂട്ടുകാരെല്ലാം ഉണ്ട്. കുറുക്കനും മുയലും കുരങ്ങനും എല്ലാവരും ചേർന്ന് കൃഷി ചെയ്യാൻ പോവുകയാണ്. കൃഷിക്ക് എന്തെല്ലാം ഉപകരണങ്ങളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്? ഉപകരണങ്ങൾ ഉപയോഗം എന്ന് തന്നിട്ടുണ്ട്, നമുക്ക് എഴുതി കൊടുക്കാം. കലപ്പ, നിലം ഉഴുതുമറിക്കാൻ. അരിവാൾ, വിളവ് കൊയ്യാൻ. ജലചക്രം, വെള്ളം തേവാൻ. കട്ടക്കുഴ, മണ്ണിലെ കട്ട ഉടയ്ക്കാൻ. തൂമ്പ, മണ്ണ് കിളയ്ക്കാൻ. നാഴി, നെല്ലളക്കാൻ. ഇങ്ങനെ എല്ലാ ഉപകരണങ്ങളും വേണം. അടുത്ത പേജ് നോക്കൂ. പറയാം, എഴുതാം. എന്തെല്ലാം കൃഷി ചെയ്യണം? ആരാണ് ചോദിക്കുന്നത്? കുരങ്ങൻ ചോദിക്കുകയാണ്, നമുക്ക് എന്തെല്ലാം കൃഷി ചെയ്യണം? ഇതിന് മറുപടിയായി ആനയും കിളിയും എലിയും അതുപോലെ മുയലും ഒക്കെ എന്ത് പറയുന്നുവെന്ന് നമുക്ക് എഴുതി കൊടുക്കാം. എഴുതിയാലോ? അപ്പോൾ ആന മറുപടി പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് കരിമ്പോ വാഴയോ വേണം. അത് കേട്ട് കിളി പറയുന്നുണ്ട്, കുറച്ച് കിഴങ്ങുകളും നടാം. എലി എന്താ പറയുന്നത്? നെല്ല് എന്തായാലും വേണം. അത് കേട്ട മുയൽ എന്ത് പറയുന്നുണ്ട്? കുറച്ച് ക്യാരറ്റും നടാം. ഇതുപോലെ ഓരോ മൃഗങ്ങളും കഴിക്കുന്ന ആഹാരം അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ പൂരിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം എല്ലാവരും ചേർന്ന് കൃഷി ചെയ്യാൻ പോകുന്ന ചിത്രം നോക്കൂ. കൊള്ളാമല്ലേ? ഇനി നോക്കൂ, വരികൾ കൂട്ടിച്ചേർത്ത് പാടാം, എഴുതാം. നന്നായി ഉണ്ണാൻ. മണ്ണു കിളയ്ക്കണം, നന്നായി മണ്ണു കിളയ്ക്കണം. നിലമൊരുക്കണം, നന്നായി നിലമൊരുക്കണം. വിത്ത് വിതയ്ക്കണം, നന്നായി വിത്ത് വിതയ്ക്കണം. കള പറിക്കണം, നന്നായി കള പറിക്കണം. വെള്ളമൊഴിക്കണം, നന്നായി വെള്ളമൊഴിക്കണം. എല്ലാം നന്നായി വന്നാലോ, നന്നായി നമ്മൾ കുണ്ണാലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ എഴുതി ചേർത്ത് കൊടുക്കണം. ടീച്ചർ എഴുതിയത് തന്നെ എഴുതണമെന്നില്ല. നമുക്ക് ഒന്നും കൂടി പാടിയാലോ. മണ്ണു കിളയ്ക്കണം, നന്നായി മണ്ണു കിളയ്ക്കണം. നിലമൊരുക്കണം, നന്നായി നിലമൊരുക്കണം. വിത്ത് വിതയ്ക്കണം, നന്നായി വിത്ത് വിതയ്ക്കണം.
കള പറിക്കണം നന്നായി കള പറിക്കണം, വെള്ളമൊഴിക്കണം നന്നായി വെള്ളമൊഴിക്കണം, എല്ലാം നന്നായി വന്നാലോ നന്നായി നമ്മൾക്കുണ്ണാലോ. പാടി രസിക്കുമല്ലോ. വിളവെടുപ്പ് ഉത്സവമായി എല്ലാവരും ഒത്തുകൂടി. അപ്പോൾ എല്ലാ മൃഗങ്ങളും പക്ഷികളും എല്ലാവരും ഒത്തുകൂടി. എന്തെല്ലാം വിളവുകളാണ് കിട്ടിയതെന്ന് നമ്മൾ അവിടെ എഴുതി കൊടുക്കണം. ചിത്രം നോക്കൂ, വിളവെടുത്ത് വെച്ചിരിക്കുന്ന ചിത്രം കണ്ടോ? എന്തൊക്കെയുണ്ട് ചിത്രത്തിൽ? ചേന, അതുപോലെ പാവയ്ക്ക, ക്യാരറ്റ്, നെല്ല്, വാഴപ്പഴം തുടങ്ങിയവയെല്ലാം കിട്ടിയല്ലേ? അപ്പോൾ എല്ലാ മൃഗങ്ങളും പക്ഷികളും ഒക്കെ സന്തോഷത്തോടെ നിൽക്കുന്നത് കണ്ടോ? നമുക്കൊന്ന് എഴുതി കൊടുത്താലോ? എന്തെല്ലാം വിളവുകളാണ് കിട്ടിയത്? ചേന, ക്യാരറ്റ്, പാവയ്ക്ക, അരി, വാഴപ്പഴം. അങ്ങനെ എല്ലാവരും ഒത്തുകൂടി വിളവെടുത്തു. അടുത്ത പേജ് നോക്കൂ, പറഞ്ഞത് എന്തെല്ലാം. അവിടെ മുയല് ആനയോട് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. ഹായ്, എന്ത് രുചി. ക്യാരറ്റ് കഴിച്ചിട്ടാണ് പറയുന്നത്, എന്ത് രുചി. അപ്പോൾ ആന പറയുന്നുണ്ട്, പഴത്തിനും നല്ല സ്വാദുണ്ട്. കണ്ടോ, വാഴക്കുല ആനയുടെ തുമ്പിക്കൈയിലുണ്ട്. അപ്പോൾ എന്തായിരിക്കും എലി പറയുന്നത്? കിഴങ്ങുകൾക്കും നല്ല സ്വാദുണ്ടെന്ന് പറയുമല്ലേ? അപ്പോൾ കിളി എന്ത് പറയും? എല്ലാത്തിനും നല്ല രുചിയുണ്ട്, കൃഷി ചെയ്യാമെന്ന തീരുമാനം വളരെ നന്നായി. തത്ത എന്താ പറയുന്നത്? ഇനി നമുക്ക് മനുഷ്യരെ പേടിക്കാതെ ഉണ്ണാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൂരിപ്പിച്ചു കൊടുക്കാം. കരടി എന്തോ പറയുന്നുണ്ടല്ലോ, ഒത്തുപിടിച്ചാൽ മലയും പോരും, എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമുക്ക് എന്തും നേടിയെടുക്കാനാകും. എല്ലാ മൃഗങ്ങളും പക്ഷികളും കൂടി ചേർന്നപ്പോൾ അവർക്ക് വേണ്ട ആഹാരം അവർ തന്നെ ഉണ്ടാക്കിയെടുത്തു അല്ലേ? ഇപ്പോൾ അവർ ആരുടെയും അധ്വാനം മോഷ്ടിക്കുന്നതുമില്ല, അവരാരുടെയും ചീത്ത കേൾക്കുന്നതുമില്ല. കൂടുതൽ ചൊല്ലുകൾ കണ്ടെത്തി എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധ്വാനവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ നോക്കാം. നോക്കൂ, അധ്വാനവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ. നട്ടാലേ നേട്ടമുള്ളൂ, വിയർത്തവന്റെ വിശപ്പിന് സുഖമുണ്ട്, കയ്യാടിയാലേ വായാടൂ, അനുസരണയുള്ള കുതിരയ്ക്ക് ഭാരമുള്ള ചുമട്, കാലേ തുഴഞ്ഞാൽ കരയ്ക്കണയും, കൈ നനയാതെ മീൻ പിടിക്കാമോ, എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം, കയ്യിൽ തഴമ്പുള്ളവൻ കട്ടുതിന്നുമോ, കർമ്മമുണ്ടെങ്കിലേ കാശ് കിട്ടൂ, ചക്കയോളം കുത്തിയാലേ ഉരക്കയോളം കാതൽ കിട്ടൂ, വിതച്ചതേ കൊയ്യൂ, വിയർപ്പൊഴുക്കാതെ വിളവില്ല, മടിയന്റെ വയലിൽ പുല്ലു വളരും, മടിക്ക് ദാരിദ്ര്യം കൂട്ടുകാരൻ, ശ്രമമുള്ളിടത്ത് വിജയമുണ്ട്, കഷ്ടപ്പെട്ടാൽ ഫലം മധുരം, ഉഴുതവനെ വിളവെടുക്കൂ, ഉറങ്ങുന്ന സിംഹത്തിന്റെ വായിൽ മാൻ കയറില്ല, കയ്യനക്കാതെ വായനക്കില്ല. ഇനി നമുക്ക് ഒരുമയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ നോക്കാം. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം, ഒറ്റമരം കൊണ്ട് തോപ്പാവില്ല, ഒരു കൈ കൊണ്ട് താളം പിടിക്കാനാവില്ല, കൂട്ടായ്മയിൽ കരുത്തുണ്ട്, പലതുള്ളി പെരുവെള്ളം, പല കൈകൾ ചേർന്നാൽ പണി വേഗം തീരും, ഒത്തുപിടിച്ചാൽ മലയും പോരും, ഐക്യമത്യം മഹാബലം, കൂട്ടായാൽ കല്ലും പൊങ്ങും, ഒരുമ തന്നെ പെരുമ. ഇനിയുമുണ്ട് ഒരുമയെ കുറിക്കുന്ന ഒരുപാട് പഴഞ്ചൊല്ലുകൾ നിങ്ങൾക്ക് കണ്ടെത്തി എഴുതാവുന്നതാണ്. എഴുതുമല്ലോ. അടുത്ത പേജ് നോക്കിയേ, പാടാം രസിക്കാം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് പാടി നോക്കാം. താരിളം തെയ്യാര തക തക താരിളം തെയ്യാര, താരിളം തെയ്യ തെയ്യത്താര താരിളം തെയ്യാര, ആനമലയില് കൂനമലയില് കാടൊതുക്കി തെയ്യാര, കിളകിളച്ചതും നനച്ചതും വിതച്ചതും തെയ്യാര, ആനമലയില് കൂനമലയില് വിതച്ചതും തെയ്യാര, മുള പൊടിച്ചതും വളമെറിഞ്ഞതും തേവി നനച്ചതും തെയ്യാര, ആനമലയില് കൂനമലയില് തേവി നനച്ചതും തെയ്യാര, കള പറിച്ചതും കതിരണിഞ്ഞതും കാവലിരുന്നതും തെയ്യാര. അപ്പോൾ ഈ പാട്ട് താരിളം തെയ്യാര ചേർത്ത് ആവർത്തിച്ച് പാടുമല്ലോ. അടുത്ത ചോദ്യം നോക്കൂ, നന്നായി ഉണ്ണാൻ ചിത്രകഥയെ കഥയാക്കി പറയാം എഴുതാം. അപ്പോൾ നന്നായി ഉണ്ണാൻ എന്നത് ചിത്രകഥയാണല്ലേ? ചിത്രങ്ങൾ തന്നിട്ട് അതുവഴി കഥ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. അതിനെ നമുക്ക് കഥയാക്കി എഴുതണം. അതിമനോഹരമായ ഒരു കാടായിരുന്നു കുറിഞ്ഞിക്കാട്. എന്നാൽ ഒരിക്കൽ അവിടെ വലിയൊരു ഭക്ഷ്യക്ഷാമം ഉണ്ടായി. കാട്ടിലെ മൃഗങ്ങളെല്ലാം ഭക്ഷണം തേടി നാട്ടിൽ ഇറങ്ങാൻ തുടങ്ങി. എന്നാൽ നാട്ടിലെ ആളുകൾ ഈ മൃഗങ്ങളെയെല്ലാം ആട്ടി ഓടിക്കുകയായിരുന്നു ചെയ്തത്. മൃഗങ്ങളെല്ലാം വലിയ വിഷമത്തിലായി. മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം വിശന്ന് കരയാൻ തുടങ്ങി. അങ്ങനെ ഇതിനൊരു പരിഹാരം കാണാനായി കാട്ടിലെ മൃഗങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഒരു യോഗം കൂടി തീരുമാനമുണ്ടാക്കി. എല്ലാവരും അവരവരുടെ സങ്കടങ്ങൾ യോഗത്തിൽ പറഞ്ഞു. വാഴ നശിപ്പിച്ചു, കരിമ്പ് തിന്നു, ചക്ക പറിച്ചു, കതിര് തിന്നു, പഴം മോഷ്ടിച്ചു, കിഴങ്ങ് കെട്ടു തുടങ്ങിയ മനുഷ്യരുടെ പരാതികളും പടക്കമെറിയുന്നതും വെടിപൊട്ടിക്കുന്നതുമായ അവരുടെ പേടികളും യോഗത്തിൽ പറഞ്ഞു. അവസാനം ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് മൃഗങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആനയും മുയലും എലിയും കുറുക്കനും കുരങ്ങനും തത്തയും കുരുവിയും എല്ലാവരും കൂടെ കൃഷി ചെയ്തു. കൃഷിയിലൂടെ അവർക്ക് നല്ല വിളവ് ലഭിച്ചു. അങ്ങനെ മനുഷ്യരെ പേടിക്കാതെ അവർ അവരുടെ പട്ടിണി മാറ്റി.
ഇതുപോലെ നിങ്ങൾക്ക് എഴുതാം, കഥയിൽ മാറ്റം വരുത്തി എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം, കഥ നാടകമാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ മുഖംമൂടി നിർമ്മിക്കണേ. അപ്പോൾ ഈ കഥ തന്നെ നാടകമാക്കുക. അതിന് ഓരോരുത്തരും ഓരോ കഥാപാത്രങ്ങളായിട്ട് മാറി ആന, മുയൽ, എലി, കുറുക്കൻ, കുരങ്ങൻ, കരടി അങ്ങനെ ഓരോരോ കഥാപാത്രങ്ങളുടെയും മുഖംമൂടി നിർമ്മിച്ച് സംഭാഷണം പഠിച്ച് നാടകം ക്ലാസ്സിൽ അവതരിപ്പിക്കണം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. കടങ്കഥകളുടെ ഉത്തരം കണ്ടെത്താം. 2 കടങ്കഥകൾ അവിടെ തന്നിട്ടുണ്ട്. പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. എന്താണ്? ചീരയാണല്ലേ. ചീരയാണ് പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. അകത്തറുത്താൽ പുറത്തറിയും. ആരാണ്? ചക്കപ്പഴം. ചക്കപ്പഴത്തിന്റെ മണം കൊണ്ട് നമ്മൾ അകത്തറുക്കുമ്പോഴേ പുറത്ത് അറിയാൻ സാധിക്കുമല്ലേ. ചേർത്ത് പറയാം, എഴുതാം. നിലം ഒരുക്കി, നിലമൊരുക്കി. വിളവ് എടുത്തു, വിളവെടുത്തു. കതിര് അണിഞ്ഞു, കതിരണിഞ്ഞു. അടുത്ത ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട്. കളിമണ്ണോ മൈദയോ ഉപയോഗിച്ച് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും രൂപങ്ങൾ നിർമ്മിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ കളിമണ്ണോ മൈദയോ ഉപയോഗിച്ച് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ രൂപങ്ങൾ നിർമ്മിച്ച് ക്ലാസ്സിൽ കൊണ്ടുപോകണം. ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ഈ പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞു. 2ാമത്തെ പാഠം എല്ലാം നോക്കിക്കഴിഞ്ഞു. ഇനി അതിൽ വരുന്ന പ്രവർത്തന ബുക്കിലെ പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.